നമസ്കാരം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുവാനിടയുള്ളതുകൊണ്ട് ചില ചുമതലകളെല്ലാം തന്നെ സഹപ്രവർത്തകരെ ഏൽപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്നാൽ ഔദ്യോഗികമായിട്ടുള്ള മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ ഇനി ഓണക്കാലത്തിനോടനുബന്ധമായി അവധി ദിനങ്ങൾ കൂടുതൽ ലഭിക്കും എന്ന ധാരണയോടുകൂടി തന്നെ ഒരുപക്ഷെ ജൂൺ മാസത്തിൽ മാത്രമാവുകയില്ല, ഇനി ഒരു വർഷത്തേക്ക് ഈ ഒരു ചുമതലകൾ വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ ആ ഒരു പദവി സ്വീകരിക്കാൻ തീരുമാനിക്കുവാൻ ഇടയുണ്ട്. ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുമെങ്കിലും ഉന്നത വിദ്യാലയത്തിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. എന്നിരുന്നാലും താരതമ്യേന ഭേദപ്പെട്ട വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കുന്നത് സ്വീകരിക്കുക തന്നെ ആയിരിക്കും നന്നാവുക. ശാസ്ത്രജ്ഞർക്കും ഗവേഷകർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. സഹജമായിട്ടുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം വന്നു ചേരും. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ അച്ഛന് അസുഖങ്ങൾ വർദ്ധിക്കുന്നത് വഴി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നത് വഴി പല വിധത്തിലുള്ള വ്യാമോഹങ്ങളെയും അതിജീവിക്കാനോ ഒഴിവാക്കേണ്ടതായ സാഹചര്യങ്ങളോ വന്നു ചേരുവാൻ ഇടയുണ്ട്. വ്യാപാരം, വിപണനം, വിതരണം എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വ്യവസായം തുടങ്ങിയാലോ എന്ന പല ധാരണകൾ ഉണ്ടാകുമെങ്കിൽ പോലും വിദഗ്ധമായുള്ള നിർദ്ദേശവും ഉപദേശവും സ്വീകരിക്കുന്നതിന്റെ പക്ഷം പണം മുതൽ മുടക്കിയാൽ അതിനനുസരിച്ചുള്ള ഒരു നേട്ടം കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള ഉൽപ്പന്നങ്ങൾ തന്നെ മറ്റ് സ്ഥാപനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിക്കുവാനും ഇടയുണ്ട്. പുതിയ സൃഷ്ടിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വന്നു ചേരുകയും നീർക്കെട്ട്, കഫക്കെട്ട് എന്നിവ വർദ്ധിക്കുന്നതിന്റെ വെളിച്ചത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകുന്നതിന്റെ ഭാഗമായിട്ട്, ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ശുഭകർമ്മങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും സർവാത്മന സഹകരിക്കുവാനിടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കും. കരാർ ജോലികൾ പലതും വന്നു ചേരുവാനിട വരുമെങ്കിൽ പോലും സാമ്പത്തിക സ്ഥിതി കുറവുള്ള കരാർ ജോലിയിൽ ഏറ്റെടുക്കാതിരിക്കുകയായിരിക്കും നന്നാവുക. എന്നാൽ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഏറ്റെടുക്കുന്ന കരാർ ജോലിയുടെ ഉപവിഭാഗങ്ങളെല്ലാം ഏറ്റെടുക്കുവാനും അത് കൃത്യമായ രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനും സാധിക്കുന്നതുമാണ്. കാലാഹരണപ്പെട്ട ഗൃഹോപകരണങ്ങൾ മാറ്റി വാങ്ങുവാൻ അവസരം വന്നു ചേരും. യാത്രാവേളകളിൽ ഭക്ഷ്യവിഷബാധ ഏൽക്കാതെ സൂക്ഷിക്കേണ്ടതാണ്. സാംക്രമിക രോഗങ്ങൾ പിടിപെടുവാനിടയുള്ളത് കൊണ്ട് പ്രതിരോധ ശക്തി എന്ന നിലയിൽ ഭക്ഷണ ക്രമീകരണങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാൻ തയ്യാറാകുവാൻ ഇടയുണ്ട്. അനാരോഗ്യപരമായിട്ടുള്ള അന്തരീക്ഷം സംജാതമാകുന്നതിന്റെ വെളിച്ചത്തിൽ ഒരുപക്ഷെ യാത്രകളെല്ലാം ഒന്നരാടം അവലംബിക്കുകയും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഗൃഹത്തിലിരുന്നു കൊണ്ടോ സ്ഥാപനത്തിലിരുന്നു കൊണ്ടോ ജോലി ചെയ്യുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും ഇടയുണ്ട്. പല വിധത്തിലുള്ള വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളും പല മേഖലകളിൽ നിന്നും വന്നു ചേരുവാനിടയുണ്ട്. എന്നാൽ ക്ഷമ, വിനയം, ആത്മസംയമനം, ആദരവ് എന്നിവ സ്വീകരിക്കുന്ന പക്ഷം ഈ മാർഗതടസ്സങ്ങളെ അതിജീവിക്കുക മാത്രമല്ല വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പോലും സാധ്യത കാണുന്നതുമുണ്ട്. ഗുരുതരാവസ്ഥയിലുള്ള ബന്ധുമിത്രാദികളെ കാണുവാനും സാമ്പത്തികമായിട്ടുള്ള സഹായം നൽകുവാനും ഇടയുണ്ട്. ശുഭസൂചകങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. സഹപ്രവർത്തകരോടൊപ്പം പുണ്യതീർത്ഥ യാത്രയ്ക്ക് യോഗം കാണുന്നുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് തൃപ്തികരമാകും വിധത്തിൽ പരീക്ഷ എഴുതുവാൻ സാധിക്കുന്നതാണ്. വൈജ്ഞാനികമായിട്ടുള്ള മേഖല പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള അംഗീകാരം ലഭിക്കും. കാർഷികമായിട്ടുള്ള മേഖലകളിൽ പുതിയ കാൽവെപ്പ് എന്ന സങ്കല്പത്തോടുകൂടി കൃഷി വകുപ്പിന്റെ പൂർണ്ണ പിന്തുണയോടുകൂടിയും സഹകരണത്തോടുകൂടിയും ആധുനിക കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. ഔചിത്യമുള്ള സമീപന ശൈലി സർവ്വാദരങ്ങൾക്കും വഴിയൊരുക്കുവാനിടവരും.
വികസിത രാഷ്ട്രത്തിൽ ഉന്നത പദവിയിൽ ജോലി ചെയ്യുന്നവർക്ക് പലർക്കും ജോലി നഷ്ടപ്പെടുവാൻ സാധ്യതയുള്ള സൂചനകൾ ലഭിച്ചതിനാൽ മറ്റ് ജോലികൾക്ക് അപേക്ഷകൾ നൽകുവാനും മറ്റ് ഉയർന്നു വരുന്ന രാഷ്ട്രത്തിലേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കും. ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. ആർഭാടങ്ങൾക്ക് മക്കൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആജ്ഞാനുവർത്തികളിൽ നിന്നും, അതായത് ജോലിക്കാരിൽ നിന്നും പല വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിന്റെ വെളിച്ചത്തിൽ സമയബന്ധിതമായിട്ടാണെങ്കിൽ പോലും പ്രാവർത്തികമാക്കാം എന്ന ധാരണ അവരെ ധരിപ്പിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബജീവിതത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. ഏൽപ്പിച്ച പദ്ധതി കൃത്യമായുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. സ്വയംഭരണാധികാരം ലഭിച്ചതിനാൽ പ്രസ്ഥാനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ തീരുമാനിക്കുവാനിടയുണ്ട്. പുതിയ കരാർ ജോലികൾ ഒപ്പുവയ്ക്കുവാനിട വരുമെങ്കിലും ഒരുപക്ഷെ ദീർഘകാല വിളകൾക്ക് ദീർഘകാല പദ്ധതികളാണെങ്കിൽ അത് ഏറ്റെടുക്കാം. അതായത് 2026 ജൂൺ മാസം മുതൽ ഒരു വർഷത്തിന്റെ ഉള്ളിൽ പൂർത്തീകരിക്കുന്ന പദ്ധതികളാണെങ്കിൽ ഏറ്റെടുക്കാവുന്നതാണ്. അതിൽ വല്ലാതെ പണം മുതൽ മുടക്കാതെ തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങളാണെങ്കിൽ കൃത്യമായ രീതിയിൽ ആ ഒരു കാലയളവിൽ പൂർത്തീകരിക്കാനും സാധിക്കും. പലപ്പോഴും പാർശ്വഫലങ്ങളുള്ള ഔഷധങ്ങളെല്ലാം ഒഴിവാക്കി പ്രകൃതി ജീവന ഔഷധ രീതികൾ അവലംബിക്കുന്നത് വഴി സമാധാനവും സ്വസ്ഥതയും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. വ്യാകുലത ഉള്ളവർക്ക് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ അവസരം വന്നു ചേരും. കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായി തിരിച്ചു ലഭിക്കുവാൻ സാധ്യത കാണുന്നു. പൊതുവെ എല്ലാ കാര്യങ്ങളിലും വളരെ സർവർക്കും സ്വീകാര്യമായുള്ള രീതിയിലും തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ടും കുടുംബപരമായിട്ടും എല്ലാം വളരെ ശുഭപരിസമാപ്തിയിൽ എത്തിക്കുവാനുള്ള കഴിവും പ്രാപ്തിയും അറിവും അവസരങ്ങളും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ വന്നു ചേരുവാനിടയുണ്ട്. ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂൺ മാസത്തിൽ ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടാകുമെങ്കിലും അമിതമായുള്ള ആത്മവിശ്വാസം ആവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ക്രിയാത്മകമായുള്ള പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും ദീർഘവീക്ഷണത്തോടുകൂടി മാത്രമേ പ്രവർത്തിക്കാവൂ. എന്നിരുന്നാൽ പോലും ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ നേട്ടം ഉണ്ടാവുവാൻ വളരെ സാധ്യതകൾ കുറവായിരിക്കും. പലപ്പോഴും ജോലി ഉപേക്ഷിച്ച് വ്യാപാര വിപണന വിതരണ മേഖല ഏർപ്പെട്ടാലോ എന്ന തോന്നലുകൾ ഉണ്ടാവാം. മറ്റു ചിലർക്ക് വിദേശത്തെ ഒറ്റയ്ക്ക് താമസിച്ചുകൊണ്ട്, അതായത് കുടുംബാംഗങ്ങളിൽ ജന്മനാട്ടിലും വികസിത രാഷ്ട്രത്തിൽ ഒറ്റയ്ക്കും താമസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പലർക്കും, ജോലി ചെയ്യുന്ന പലർക്കും ജന്മനാട്ടിൽ വന്ന് വ്യാപാര വിപണന വിതരണ മേഖല തുടങ്ങിയാലോ എന്ന ധാരണയുണ്ടെങ്കിൽ പോലും ഒരു വർഷത്തേക്ക് അതിനനുസരിച്ചുള്ള നേട്ടം കുറയുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൽക്കാലത്തേക്ക് പിന്മാറേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. വിനയത്തോടു കൂടിയതായുള്ള സമീപനം സർവാദരങ്ങൾക്കും വഴിയൊരുക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ ഉയർച്ചയിൽ ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. വിജ്ഞാനികൾ ആർജിക്കുന്ന വിദ്യയുടെ പരിണത ഫലമായിട്ട് പല കർമ്മമണ്ഡലങ്ങൾക്കും രൂപകൽപ്പന ചെയ്യുവാനും അതിൻ്റെ ഒരു ചെറിയൊരു അംശം സ്വയമേവ ജീവിതത്തിൽ പകർത്തുവാനും തീരുമാനിക്കുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം ഉപരിപഠനത്തിൽ ചേരുവാനുള്ള അവസരം സ്വീകരിക്കുന്നത് നന്നായിരിക്കും. പല വിദ്യാർത്ഥികളും വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകിയതിൽ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാനും പ്രാഥമികമായിട്ട് ഫീസ് അടയ്ക്കുവാനും അവസരം വന്നു ചേരും. വിവേചന ബുദ്ധിയോടുകൂടിയതായുള്ള സമീപനം വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിന് വഴിയൊരുക്കും. പൊതുജന ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുവാൻ അവസരം വന്നു ചേരും. ആധ്യാത്മികാത്മീയ പ്രഭാഷണങ്ങൾ
മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാനിടയുണ്ട്. മാസത്തിന്റെ ആദ്യത്തെ പകുതിയിൽ പണം കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും അഗ്നി, ആയുധം, ധനം, വാഹനം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും നിർബന്ധമായിട്ടും വേണ്ടതുമാണ്. കാര്യകാരണ സഹിതം സമർപ്പിക്കുന്ന പദ്ധതികളിൽ അനുകൂലമായിട്ടുള്ള തീർപ്പ് കൽപ്പിക്കാനും അവസരങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട്. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. ജോലി സ്ഥലത്ത് സ്ഥിരതാമസമാക്കുക എന്ന സങ്കല്പത്തോടുകൂടി വീട് വാങ്ങിക്കുവാൻ തീരുമാനിക്കുവാനും അന്വേഷണത്തിനും യോഗമുണ്ട്. നാഡി, രക്തദൂഷ്യജന്യങ്ങളായിട്ടുള്ള രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. അതിനൊരു വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നുമില്ലാത്തതിനാൽ ജീവിതശൈലി രോഗങ്ങളൊക്കെ അനുസരിച്ചുള്ള പ്രാഥമികമായിട്ടുള്ള ചികിത്സകളൊക്കെ തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വിലപ്പെട്ട നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് വ്യാപാരത്തിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതും ആധുനിക പ്രചരണ രീതികൾ പ്രാവർത്തികമാക്കുന്നതിന്റെ വെളിച്ചത്തിൽ അഭൂതപൂർവമായിട്ടുള്ള നേട്ടം ജൂൺ മാസത്തിൽ തന്നെ കൊണ്ടു തുടങ്ങുവാനും ഇടയുണ്ട്. പരിശ്രമങ്ങൾക്കും പ്രയത്നങ്ങൾക്കും അനുകൂലമായുള്ള ഫലം വന്നു ചേരും. പുതിയ ആവിഷ്കരണ ശൈലിക്ക് അനുകൂലമായുള്ള അംഗീകാരം ലഭിക്കുവാനിടയുണ്ട്. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും അനുകൂലമായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനാർത്ഥം എത്തിച്ചേർന്ന പലർക്കും കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തന്നെ പൂർത്തീകരിച്ചു പാഠ്യപദ്ധതി. എന്നാൽ ജോലി ലഭിക്കാത്തതിന്റെ വെളിച്ചത്തിൽ മറ്റ് രാഷ്ട്രങ്ങളിലേക്ക് ജോലിക്ക് അപേക്ഷകൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സുഹൃത്തിന് സാമ്പത്തികമായുള്ള സഹായം ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലപ്പോഴും സമയോചിതമായിട്ടുള്ള ഇടപെടലുകൾ അനുകൂലമായി തീരുന്നതിനാൽ അബദ്ധങ്ങളെ പലതിനെയും അതിജീവിക്കാൻ ഉപകരിക്കുവാൻ ഇടയുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. കാര്യനിർവഹണ ശക്തി വർദ്ധിക്കുന്നത് വഴി പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനിടയുണ്ട്. കാർഷിക വിളകളിൽ അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുന്നത് വഴി ഈ ഒരു പാത തുടരുവാൻ തീരുമാനിക്കുവാനിടയുണ്ട്. അവിചാരിതമായിട്ട് വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ ക്ഷീണാവസ്ഥകൾ സംഭവിക്കുന്നതിനാൽ വിൽപ്പനയ്ക്ക് തയ്യാറാകുവാനോ വാടകയ്ക്ക് കൊടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനോ യോഗമുണ്ട്. നിയുക്ത പദവിക്ക് സ്ഥാനചലനം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മറ്റ് ചില ഉദ്യോഗസ്ഥലത്തേക്ക് ഉദ്യോഗത്തിന് അപേക്ഷകൾ നൽകുവാൻ അവസരം വന്നു ചേരും. അറിവും കഴിവും പ്രാപ്തിയും ഉണ്ടെങ്കിലും ഉദ്ദേശിച്ച പോലെ അവതരിപ്പിക്കാൻ സാധിക്കാത്തത് വഴി സ്വല്പം സമാധാനക്കേട് ഉണ്ടാകുവാനിടയുണ്ട്. പ്രകൃതിക്ഷോഭത്താൽ കാർഷികമായിട്ടുള്ള മേഖലകൾക്ക് സ്വല്പം നാശനഷ്ടങ്ങൾ സംഭവിക്കുവാനിടയുണ്ട്. ഗർഭിണികൾക്ക് ഈ ഒരു മാസത്തിൽ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗമുള്ളത്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. പലപ്പോഴും അസുലഭ നിമിഷങ്ങളെ അനിർവചനീയമാക്കുവാനുള്ള അവസരം വന്നു ചേരുന്നത് വഴി മനസ്സമാധാനം ഉണ്ടാകും. നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കാൻ അവസരം വന്നു ചേരും. അനുചിത പ്രവൃത്തികളിൽ നിന്നും വേണ്ടപ്പെട്ടവരെ രക്ഷിക്കുവാനുള്ള അവസരം ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയ്ക്കും സമാധാനത്തിനും യോഗം കാണുന്നുണ്ട്. ഇതാണ് ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ ജൂൺ മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. നമസ്കാരം.